ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഇക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാം. അത് ഇത്രയും വർഷമായ സിനിമയിൽ ഇത്രയും പരിചയങ്ങളുണ്ട്, ഇത്രയും ഹോളിലുള്ളൊരു വ്യക്തിയാണ്. സിനിമയിൽ ഉറച്ചു വന്നു, നിന്നു, സ്റ്റേബിളായി. കുറച്ചധികം വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തേക്ക് ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം ഒരു സഹനടനെ സംബന്ധിച്ച് ഒരു നായകൻ ഷോൾഡർ ചെയ്യുന്ന പോലുള്ള ടെൻഷൻസ് ഒന്നും ഒരു സഹനടൻ അല്ലെങ്കിൽ ഒരു വില്ലൻ, നായകൻ അല്ലാതെ വേറെ ആർക്കും അങ്ങനത്തെ ഒരു ടെൻഷനില്ല, നായികയ്ക്കും ഇല്ല. സംവിധായകനും നായകനുമാണ്, അല്ലെങ്കിൽ റൈറ്റർ, ഒരു പരിധിവരെ റൈറ്റർക്കുമാണ് ആ സിനിമയുടെ പരാജയത്തിൻ്റെ ഭാരം ഷോൾഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കുന്ന ആർക്കും അങ്ങനത്തെ ഒരു ഭാരം ഷോൾഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം വരുന്നതെല്ലാം കമ്മിറ്റ് ചെയ്യുകയാണോ, അപ്പോൾ അതെയോ ഇപ്പം നോക്കിയും കണ്ട് മാത്രമാണോ സിനിമകൾ എടുക്കുന്നത്? വരുന്നതിലൊരു 90% ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ എന്നിലേക്ക് വരുന്നത് അങ്ങനെ ഞാൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ എനിക്കും കൂടി തോന്നുന്ന സാധനങ്ങൾ മാത്രമേ എന്നിലേക്ക് എത്തുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഞാൻ വന്നിട്ട് ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നായക വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞാനത് പിടിക്കാതിരിക്കുന്നതാണ്. കാരണം അതിന് പിന്നാലെ പോയി അത് ഒരു തിയേറ്ററിലേക്ക് ആളെത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. പിന്നെ ആ ടെൻഷൻ എടുക്കുക, വലിയ സിനിമ, അതൊരു മുതൽ മുടക്ക്, ഒരുപാട് ആളുകൾ അതിൻ്റെ പൈസ ഇറക്കുന്നതാണ്. നമ്മളത് ഒരു രീതിയിൽ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ് ഈ നായക പരിപാടി എന്നുള്ളത്. അതൊരു മാസത്തിൽ 2 വരും നായക പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പക്ഷെ ഒന്നും എടുക്കാറില്ല. ഇല്ല. കൊമേഴ്ഷ്യൽ പടങ്ങളാണോ അത് കൂടുതലും? കുറച്ച് പറഞ്ഞിരുന്ന ആ രീതിയിലുള്ള പടങ്ങളാണെങ്കിൽ നമ്മൾ എടുക്കും. സമാന്തര സിനിമകളാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 50 രൂപയ്ക്കൊക്കെ തീർക്കാവുന്ന സിനിമകളല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മളത്, അല്ലെങ്കിൽ 1 രൂപ, അതൊക്കെ അവർ സർവേ ചെയ്യുക. അതൊരു 3 രൂപ 4 രൂപ എന്നൊക്കെ പറയുന്ന സിനിമകളിലൊന്നും എനിക്കത് ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നലില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കാറില്ല. ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ റിസ്ക് എടുക്കണ്ടേ? ഇപ്പം ജോജു ജോർജിൻ്റെ ഒരു വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്ത് വന്നിട്ട് അദ്ദേഹം എടുത്തൊരു റിസ്ക് അല്ലേ ശരിക്കും അദ്ദേഹത്തിൻ്റെ കരിയർ ശരിക്കും മാറ്റിക്കളഞ്ഞത്? ആ ഭ്രാന്ത് എനിക്കില്ല. നാളത്തെ ക്യാപ്ഷൻ ജോജുവിൻ്റെ ഭ്രാന്ത് എനിക്ക് അത് ചെയ്യില്ലട്ടോ. ഞാനല്ല, ബാക്കി അത്ര ഭ്രാന്തില്ല, അങ്ങനെ പറ്റാണ്ടോ അത്രയൊന്നും. അത് അവനെടുക്കണമെന്ന് പോലെ അതൊക്കെ ഒരു വലിയ റിസ്ക് അല്ലേ. അവൻ ജോസഫ് ഡബിങ് അടക്കുന്ന ദിവസം എന്നോട് പറഞ്ഞു, പടം പൊട്ടിയാൽ ഒരു 3 കോടി ബാധ്യത എനിക്കുണ്ടാവും. കാരണം അതിൽ കൂടുതലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ 2 കൊല്ലം പടം പണിയെടുത്താൽ ചിലപ്പോൾ വീട്ടാൻ പറ്റില്ലേ. അങ്ങനെയൊക്കെ അവനത് കൂടെ അങ്ങനെ അത്രയൊന്നും ഹെവി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ കാര്യം പോലും എടുക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പുള്ളി അതുവരെ കാൽക്കാട്ടിയാണ് സിനിമ 2 കൊല്ലം പണിയെടുത്താൽ ചിലപ്പോൾ അതൊക്കെ വീട്ടാൻ പറ്റുമായിരിക്കും, കുഴപ്പമില്ല. 5 പണിയെടുക്കണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയൊന്നും മനക്കരുത്തില്ലടോ. അല്ല, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പോലും നല്ലൊരു പ്രൊഡക്ഷൻ ബാനറിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു സംവിധായകന്റെ പടത്തെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ പുതിയ പിള്ളേർ വരുന്നു, പുതിയ ആൾക്കാരാണ്, പുതിയ ആളുകളെ വരുന്നത്. അതല്ല അപ്പോൾ എന്നെ വിശ്വസിച്ചിട്ടൊരു വലിയ ബാനർ, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നൊരു ബാനർ വരുന്നു, നിങ്ങളൊരു പടം പരിപാടി പിടിക്കുന്നു, ഉറപ്പായിട്ടും ഞാൻ കൈ കൊടുക്കും. അതല്ല, ഈ പുതിയ ആളുകൾ വരുന്നു, അവർ പുതിയൊരു പ്രൊഡ്യൂസറായിട്ടൊക്കെ വരുന്നു. അപ്പം ഞാൻ റിസ്ക്കാണ്. ഞാൻ അത് പ്രൊഡ്യൂസറെ പറയും, റിസ്ക്കാണ്. നമ്മൾ വലിയ എങ്ങനെ തിരിച്ചു കിട്ടുന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ഷോൾഡർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അതിന് തിയേറ്ററിൽ ആളെത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഈ കാലത്തൊന്നും അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ അത് ഒരു ബോധം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിങ്ങനെ ഇത്ര കാലം അവിടെ ഒക്കെ നിന്നില്ല, ഇനിയും കുറച്ച് കാലം കൂടെ നിന്ന് പൊക്കോളും. ഇത് പറഞ്ഞപ്പോഴത്തെ അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ തന്നെ സർവൈവ് ചെയ്ത് പോകുക എന്നതാണോ ലക്ഷ്യം, അതെയോ വേറൊരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷൻ മനസ്സിലുണ്ടോ? 30 വർഷം നല്ല ഒരു ഒഴുക്കിനൊപ്പം പോയി, അതേപോലെ പോയി സുഖകരമായിട്ട്, ആദ്യം സുഖം എന്ന് പറയുന്നത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല. ഒന്നും എൻ്റെ പ്ലാനിലില്ല. എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് മാത്രമേ. കുറച്ചും കൂടി നല്ല കഥാപാത്രങ്ങൾ കിട്ടണം, കുറച്ചും കൂടി നന്നായി, ഇപ്പം ഞാൻ ചെയ്യുന്നതിനേക്കാളും മനോഹരമായിട്ട് ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അതിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ, അതിലേക്കുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്താൻ ഉള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരാനിരിക്കുന്ന സിനിമകൾ ഇപ്പോൾ
30-ാം തീയതി വലതുവശത്തെ കള്ളൻ റിലീസാണ്. അത് കഴിഞ്ഞ് ഇറങ്ങാനുള്ള സിനിമ എന്ന് പറയുന്നത് ദൃശ്യം 3 ആണ്. ദൃശ്യം 3 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വേഷമാണ് ചെയ്യുന്നത്. എൻ്റെ പഴയ ക്യാരക്ടർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുപോലെ കുറച്ചുകൂടി രസമുള്ള കഥാപാത്രങ്ങൾ ഇതിലേക്ക് വന്നാൽ അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത ഡയലോഗ് അതായിരുന്നു. ഒരുപാട് അങ്ങനെ ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കാണാതെ വളരെ സിമ്പിളായിട്ടുള്ളതിൽ ആകാശത്തോളം മോഹിച്ചോളം കുന്നോളം കിട്ടുന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് നിരാശനാവുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെറുതായ ഒരു ഒറ്റ ജീവിതം. ഇനി അധിക കാലം എത്ര കാലം ഉണ്ടാവും? ഉള്ള കാലം ഹെൽത്തോടെ. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ കൂടെ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരേ ഒരു കാര്യം ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ. എൻ്റെ ശരീരം ഇങ്ങനെ ആരോഗ്യത്തോടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. മറ്റൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു സുഹൃത്ത് ദുബായിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പുതിയ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരീരം ആരോഗ്യത്തോടെ സംരക്ഷിക്കുക, വന്നു ചേർന്നോളും. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറായിട്ട് നിൽക്കുക. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിൾ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണല്ലേ? തീർച്ചയായിട്ടും. വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സമാധാനം. ഈ പെട്ടെന്ന് ഇർഷാദൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഒരാളൊരു എസ് പറയണമെങ്കിൽ എന്ത് പറഞ്ഞാൽ പറ്റും? ഞാൻ വന്ന് എന്ത് പറഞ്ഞാൽ ഇർഷാദൊക്കെ പിന്നെ അതാ റെഡി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും ഒരു കാര്യം? ഞാൻ എന്തിനും നോ പറയാറില്ലല്ലോ അതിന്. അങ്ങനെയല്ല, അത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇതായിപ്പോയി. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു ചായ കുടിക്കാൻ പോവാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചില ഇവിടെയുള്ള നമ്മളുടെ ക്യാമറ ടീമിലുള്ള അമ്മമാരുടെ അടുത്ത് എന്ത് പറഞ്ഞാൽ മന്തി കഴിക്കാൻ പോകുന്ന അമ്മമാർ ഏത് പാതിരാത്രി ഏത് ഉറക്കത്തില്ല പിന്നെന്താ പോവാം? ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും അത്. അതുപോലെ ഞാൻ പറയുന്നൊരു കാര്യം, ഇക്കൊക്കെ എപ്പോൾ ഏത് പാതിരാത്രി കേട്ടാലും ഞാനതിൽ റെഡിയാണെന്ന് പറയാം. അങ്ങനെ ഒരു കാര്യം എന്തായിരിക്കും? ചിലപ്പോൾ സിനിമ ആണെന്ന് പറഞ്ഞായിരിക്കാം, മേ ബി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. മനസ്സിലായി. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. പോവാ യാത്ര പോവാന്ന് വെച്ചാൽ അപ്പം ബാഗ് പാക്ക് ചെയ്ത് നമ്മൾ പോകും. യാത്ര ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ടവരുടെ കൂടെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ. ഓക്കെ. നമ്മൾ ഇതുവരെ സംസാരിച്ച സിനിമയും കുറച്ചൊക്കെ അല്ലാതുള്ള യാത്രകൾ, അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മളിനി കുറച്ച് ഇക്കടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇപ്പം അടുത്ത വർഷം നമ്മുടെ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ ഇമ്മീഡിയറ്റ് വരുന്നുണ്ട്. ഞാൻ ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കുന്ന ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനതൊക്കെ ഉണ്ട്. ഇത്തവണ ഒരുപാട് സെലിബ്രിറ്റി മത്സരാർത്ഥികളെ ഇറക്കി കളം പിടിക്കാനുള്ള ശ്രമമാണ് 2 പാർട്ടിക്കാരും 3 പാർട്ടിക്കാരും എന്നാണ് മൊത്തത്തിൽ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എൻ്റെ പേര് കേട്ടിട്ടില്ല. എന്തൊക്കെയാണ്? ഇല്ല, ഇത് കേട്ടില്ല. പക്ഷെ എന്നാലും മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാരണം തീവ്രമായ ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇർഷാദ്. എനിക്ക് വളരെ പേഴ്സണലി അറിയാം. എങ്ങനെയാണ് സാധ്യതകൾ? തുടർഭരണം അല്ലെങ്കിൽ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ എന്തായാലും മത്സരിക്കാനൊന്നുമില്ല. അങ്ങനൊരു ആലോചനകളൊക്കെ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയില്ല. പിന്നെ സാധ്യതകൾ കാണുന്നൊരു തുടർഭരണത്തിലുള്ള സാധ്യതകളാണ് കാണുന്നത് എനിക്ക്. പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരിത്തിരി ഇടിവ് ഇടതുപക്ഷത്തിന് സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ജാഗ്രതയോട് കൂടിയിട്ടുള്ള മറ്റേ ഈസി വാക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് അത് എല്ലാം അപ്പം അത് കുറച്ചും കൂടി പണിയെടുത്താലേ കിട്ടുള്ളൂ. കാരണം രാജ്യത്ത് നമ്മുടെ നാടിൻ്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എണ്ണി പറഞ്ഞാൽ ഗുണകരമാവുന്ന അല്ലെങ്കിൽ തിരിച്ചു വരാവുന്ന സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.